പെൻഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒക്കെ എടുക്കുന്ന നിലപാട് നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും ന്യായീകരിക്കുകയാണോ? ഞാനിത് ഒരു ഡിബേറ്റാണ്, ഒരു ചർച്ചയാണെന്നാണ് കരുതിയത്. പക്ഷെ ഇതൊരു ചർച്ചയല്ല, ഇതൊരു പൊതുയോഗത്തിൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗം നിലമ്പൂർ പോയാണ് നടത്തിയാൽ മതി. എന്നോടുള്ള ചോദ്യങ്ങളൊന്നും ഈ പ്രസംഗത്തിലില്ല. ലാല് ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു അവതാരം എന്നുള്ളവർക്ക് ചിലപ്പോൾ പാർട്ടിയുടെ ഉത്തരവാണ്, CPM ആണ്. അപ്പുറത്തെ സുഹൃത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ചോദ്യം ചെയ്താൽ ഒരു പക്ഷേ മാഷാള്ള വണ്ടിയൊക്കെ വീട്ടിൽ വരും എന്നുള്ള പേടിയോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയത്. പണ്ട് ബാബരി മസ്ജിദ് പൊളിച്ചത്, ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് എടുത്ത നിലപാട്, ആ നിലപാട് സമയത്ത് എടുത്ത ഈ സമീപനം ശരിയാണ്. എന്നെക്കുറിച്ചാണ് അദ്ദേഹം പറയണമെങ്കിൽ ഞാൻ ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ PA ആയിരുന്നു അന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജേക്കബ് ജോർജ് സാറ് പിന്നെ ഞാൻ ഒന്ന് തിരുത്താണ്. അദ്ദേഹം എന്നെ ടെലിവിഷനിലേ കണ്ടിട്ടുള്ളൂ പറഞ്ഞു. ശരിയല്ല. ഇന്ത്യ ടുഡേ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടുഡേക്ക് വേണ്ടി ജേക്കബ് ജോർജ് സാറ് കോഴിക്കോട് മാനോൾസൻസിലുള്ള ഹോട്ടൽ മലബാർ പാലസിൽ വെച്ചിട്ട് ഇന്നും ആ ഇന്ത്യ ടുഡേൻ്റെ പതിപ്പ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 18-19 വയസ്സുള്ള ഒരു മുഖമാണെന്ന്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അറിയണം. അപ്പോൾ അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ PA ആണ് ഞാൻ അന്ന് ചന്ദ്രയിൽ ലേഖനം എഴുതാറുണ്ട്, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാനൊക്കെ പോകാറുണ്ട്. പാർട്ടിയിൽ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളൊന്നുമില്ലായിരുന്നു. സ്വാഭാവികമായും അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന് പിന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് വേദികളില്ലായിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് സമൂഹത്തോട് പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന് വേദി കൊടുക്കണമെന്ന ഉദ്ദേശത്താൽ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് കായിദ മില്ലത്ത് കൾച്ചർ ഫോറം. ഞാൻ അതിലുണ്ടായിരുന്നു. എന്തിനും എനിക്ക് നിഷേധിക്കണം? കേവലം ഒരു വേദി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ലാതെ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട നിലപാടിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിൻ്റെ നിലപാടിനോട് ഒരു വിരോധമുണ്ടായി അദ്ദേഹം എടുത്ത നിലപാട് അല്ല എന്നാണോ താങ്കൾ ഈ പറഞ്ഞു വരുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നിടത്തുള്ള കുഴപ്പമാണ്. എന്താ പറയുക, ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാർലമെൻറ്റിൽ അന്നത്തെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് എടുത്തൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് എന്ത് കാരണത്താലാണ് താൻ നരസിംഹറാവു സർക്കാരിനെ എതിരെ നിൽക്കുന്നത്, അതിന് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്, അത് പറയാൻ വേദിയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അന്ന് ഞങ്ങളൊക്കെ മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു സംഘടനയാണ് വേദിയില്ലാതെ പോയി സാർ. ആ സംഘടനയുടെ പേരിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങൾ ലാൽ ഒന്ന് ക്ഷമിക്കൂ, നിങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിക്കല്ലേ. ഞാൻ ഇതൊന്നും ചരിത്രം ഇനി പോയി തിരുത്താൻ കഴിയാത്തതാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയത്. അന്ന് വേദി ഉണ്ടാക്കുക. സുലൈമാൻ സേട്ട് സാഹിബിന് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഒരു പക്ഷേ നരസിംഹറാവുവിനെതിരെയുള്ള രാഷ്ട്രീയമായിരിക്കും, കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയം ഉറപ്പല്ലേ. അന്ന് അത്തരം വേദിയിൽ ഞാൻ ഉണ്ടായിരുന്നു. 9 മാസക്കാലം നമ്മളതിൽ പ്രവർത്തിച്ചത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ഒരു പുതിയ പ്രസ്ഥാനത്തിൻ്റെ പിറവിലേക്ക് പോയപ്പോൾ ഞാൻ പാർട്ടിയിലേക്ക് മടങ്ങിപ്പോന്നു. ഇതൊരു ചരിത്രം ഇനി എനിക്ക് പോയി തിരുത്താൻ കഴിയപ്പത്. അപ്പോൾ ആ പഴയ കാലങ്ങൾ ഇവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കുക, അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.